നമസ്കാരം. എല്ലാ സജ്ജനങ്ങൾക്കും സന്ധ്യാദീപത്തിലേക്ക് സ്വാഗതം. ശുഭം ഭവതു കല്യാണമായുസാരോഗ്യവർദ്ധനം സർവദുഃഖ വിനാശായ സന്ധ്യാദീപം നമോസ്തുതേ. നാമം ജപായനം പുണ്യം നാമം ജപായനം പുണ്യം നിരുപമദീപാങ്കുരം പോലെ സ്വരശ്രുതിലയവരമതുലം ദീവാങ്കണം മോക്ഷസംഗീതസാരം നീളും വഴിത്താരയിൽ ജീവതാരം മന്ത്രാലാപം മായാവിൻ നിൻ പ്രസാദം ഇരുൾ നീങ്ങിയുണരുന്ന തെളിനാളദീപം ഇരുൾ നീങ്ങിയുണരുന്ന തെളിനാളദീപം പ്രണവാമൃതം ചൊരിയുന്ന ദീപം 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 യജ്ഞം, തപസ്, ദാനം എന്നീ 3 കർമ്മങ്ങളും എല്ലാവരും അനുഷ്ഠിക്കണമെന്ന് ശ്രീകൃഷ്ണ ഭഗവാൻ നമ്മെ ഓർമ്മപ്പെടുത്തുന്നു. യജ്ഞമെന്നത് ഭഗവാനുള്ള പൂജയാണ്. ആ സർവേശ്വരനെ പൂജിക്കുന്നതിന് പുറമെ നമ്മുടെ എല്ലാ കർമ്മങ്ങളും ആ സർവശക്തനുള്ള യജ്ഞമായി തീരണം. ഉണർവ് മുതൽ ഉറക്കം വരെയുള്ള നമ്മുടെ എല്ലാ കർമ്മങ്ങളും ഭഗവാനുള്ള പൂജയാക്കി തീർക്കണം. തപസ് എന്ന് വെച്ചാൽ ഭഗവാനെ ധ്യാനിക്കലാണ്. നിരന്തര ധ്യാനമാണ് തപസ്. മനസ്സിലുള്ള വിഷയചിന്തകളെയെല്ലാം വെടിഞ്ഞ് ഭഗവാന്റെ രൂപം മാത്രം ഹൃദയത്തിൽ പ്രതിഷ്ഠിക്കുമ്പോൾ ഈശ്വരധ്യാനം ഉറച്ചു എന്ന് പറയാം. ഇത് എല്ലായ്പ്പോഴും ചെയ്യുമ്പോൾ തപസ്സായി. അതും ഭഗവത് പൂജ തന്നെ. ദാനമെന്ന് പറയുന്നത് നമുക്ക് കിട്ടിയ ധനത്തിൻ്റെ ഓഹരി അത് അർഹിക്കുന്നവർക്ക് കൊടുക്കുന്നതാണ്. നമുക്ക് ലഭിച്ച ധനം ഭഗവാന്റേതാണ്. അതിൽ ഒരു വിഹിതം ഭഗവാന്റെ തന്നെ സന്താനങ്ങളായ ഇല്ലായ്മ അനുഭവിക്കുന്നവർക്ക് കൊടുത്ത് സഹായിക്കുന്നതാണ് ദാനം. അത് ഭഗവാനുള്ള പൂജ തന്നെയാണ്. തുടർന്ന് ശ്രീ കാവാലം ശ്രീകുമാർ പ്രശ്നോത്തര രത്നമാലിക ആലപിക്കുന്നത് കേൾക്കാം. ഫലമപി ഭഗവത് ഭക്തേഃ കിം തല്ലോകസ്വരൂപസാക്ഷാത്വം മോക്ഷശ്ച കോ ഹ്യവിദ്യാസ്തമയഃ ക സർവവേദഭൂരധചോം. ഫലമപി ഭഗവത് ഭക്തേഃ കിം തല്ലോകസ്വരൂപസാക്ഷാത്വം മോക്ഷശ്ച കോ ഹ്യവിദ്യാസ്തമയഃ ക സർവവേദഭൂരധചോം. തുടർന്ന് ശങ്കരസ്തോത്രാമൃതം. ശ്രീ ശങ്കരാചാര്യരുടെ പ്രശ്നോത്തര രത്നമാലികയിലെ ഒരു ചോദ്യം ഭഗവത് ഭക്തിയുടെ പരമമായ ഫലം എന്താണെന്നാണ്. തത് ലോക സ്വരൂപത്തെ സാക്ഷാത്കരിക്കുന്നതാണ് ഭഗവത് ഭക്തിയുടെ ഫലം എന്ന് ആചാര്യൻ മറുപടി നൽകുന്നു. അജ്ഞാനനാശമാണ് മോക്ഷം എന്ന മറ്റൊരു ചോദ്യത്തിന് ആചാര്യൻ ഉത്തരം നൽകുന്നു. ഈ 2 ഉത്തരങ്ങളെയും വ്യാഖ്യാനിക്കുകയാണ് സ്വാമി ചിദാനന്ദപുരി ഇന്ന് ശങ്കര സൂത്രാമൃതത്തിൽ. ഗുരുർബ്രഹ്മാ ഗുരുർവിഷ്ണു ഗുരുർദേവോ മഹേശ്വരഃ ഗുരു സാക്ഷാത് പരം ബ്രഹ്മ തസ്മൈ ശ്രീ ഗുരവേ നമഃ. ഓം സദാശിവസമാരംഭാം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം
വന്ദേ ഗുരുപരമ്പരാം. ശ്രീ ശങ്കരാചാര്യ കൃതികളിൽ ഒന്നായി മാനിക്കപ്പെടുന്ന പ്രശ്നോത്തര രത്നമാലികയുടെ ഒടുവിലത്തെ ഭാഗത്തിലേക്കാണ് നമ്മൾ എത്തിയത്. 66-ാമത്തെ ശ്ലോകത്തിലേക്ക്. അവിടെ അവസാനം ചോദിച്ച ചോദ്യം ആരാണ് ഭഗവാൻ എന്നായിരുന്നു. മറുപടി പറഞ്ഞു, ശങ്കരനാരായണാത്മൈകനായ മഹേശനാണ്. ശങ്കരനും നാരായണനും ഏകമായ ആത്മാ ആരുടതോ, ഭാവം ആരുടതോ അങ്ങനെയുള്ള മഹേശനാണ്. ഒരു പ്രകാരത്തിലും ശിവൻ, വിഷ്ണു ഇത്യാദി ഭേദങ്ങൾ ഈശ്വരനിൽ കൽപ്പിച്ച് കലഹിക്കരുത്. ശൈവന്മാർ ശിവനെന്നും വൈഷ്ണവന്മാർ വിഷ്ണുവെന്നും ശാക്തേയർ ശക്തിയെന്നും ഗാണപത്യർ ഗണപതിയെന്നും സൗരർ സൂര്യനെന്നും സ്കാന്ദർ സുബ്രഹ്മണ്യനെന്നും ഒക്കെ പറയുന്നത് ഒരേ ഈശ്വരനെയാണ്. ആ ഈശ്വരനെയാണ് താൻ മഹേശ ശബ്ദം കൊണ്ട് പറഞ്ഞത്. ഇനി ശങ്കരനാരായണൻ എന്നുള്ള ദേവതാവിശേഷവുമുണ്ട്. ശങ്കരനും നാരായണനും ചേർന്ന ആ അർത്ഥത്തിലും എടുക്കാം. ഏതായാലും ശങ്കര നാരായണ ഭേദകൽപ്പനയ്ക്ക് അപ്പുറത്ത് ഈശ്വര തത്വത്തിലേക്ക് നമ്മളെ എത്തിക്കുകയാണ്. തുടർന്നുള്ള ചോദ്യം, ഫലമപി ഭഗവത് ഭക്തേ കിം തല്ലോകസ്വരൂപസാക്ഷാത്വം മോക്ഷശ്ച കോ ഹി അവിദ്യാസ്തമയഃ കഃ സർവവേദഭൂരഥചോ. ഫലമപി ഭഗവത് ഭക്തേ കിം തല്ലോകസ്വരൂപസാക്ഷാത്വം മോക്ഷശ്ച കോ ഹി അവിദ്യാസ്തമയഃ കഃ സർവവേദഭൂരഥചോ. ഭഗവത് ഭക്തേ ഫലമപി കിം. ഭഗവത് ഭക്തിയുടെ ഫലം എന്താണ്? ആരാണ് അർച്ച്യൻ? അർച്ചിക്കപ്പെടേണ്ടത് ആരാണെന്ന് ചോദിച്ചപ്പോൾ ഭഗവത് അവതാരമാണെന്ന് പറഞ്ഞു. അപ്പോഴാണ് ഭഗവാൻ ആരെന്ന ചോദ്യം വന്നത്. അവിടെയാണ് മഹേശ്വരെന്ന് മറുപടി പറഞ്ഞത്. അപ്പോഴാണ് ചോദിക്കുന്നത്, ഈ ഭഗവത് പൂജയുടെ, ഭഗവത് ആരാധനയുടെ, ഭഗവത് ഭക്തിയുടെ ഫലം എന്താണ്? മറുപടി, തല്ലോകസ്വരൂപ സാക്ഷാത്വം. തല്ലോക സാക്ഷാത്വം, തസ്വരൂപ സാക്ഷാത്വം. അത് ചേർത്ത് പറയുമ്പോൾ തല്ലോകസ്വരൂപ സാക്ഷാത്വം എന്നാണ്. തല്ലോകം, തത്സ്വരൂപം, ഇവയെ സാക്ഷാത്കരിക്കുക, പ്രാപിക്കുക. ഉപാസനയുടെ പൂർണ്ണതയിൽ, പൂർണ്ണമായ ഭക്തിഭാവത്തോടു കൂടിയുള്ള ഉപാസനയുടെ പൂർണ്ണതയിൽ ഉപാസകൻ്റെ ജീവഗതങ്ങളായ ഭാവങ്ങളെല്ലാം നീങ്ങി തന്നിലൂടെ ഭഗവത് ഭാവം മാത്രം പ്രകാശിക്കുന്ന അവസ്ഥാവിശേഷം വന്നു ചേരുകയാണ്. അവിടെ ഭക്തൻ ഭഗവാൻ എന്നുള്ള ഭേദം പ്രത്യസ്തമിച്ചു. കേവലം ഭഗവത് ഭാവം തന്നിലൂടെ പ്രകാശിക്കുന്നു. അതാണ് തല്ലോക, തത്സ്വരൂപ സാക്ഷാത്വം. തല്ലോകം, ലോകമെന്നുള്ളതിന് അനുഭവങ്ങൾ, ലോകമെന്നുള്ളതിന് രൂപം എന്നൊക്കെ അർത്ഥം പറയാം. അപ്പോൾ ഭഗവത് രൂപതയെ പ്രാപിക്കുക, വ്യഷ്ടിഗതമായ അഭിമാനം മുഴുവൻ പോയി സമഷ്ടിഭാവത്തെ സ്വയം പ്രാപിക്കുക. അതാണല്ലോ ഭഗവത് ലോകം. ഭഗവാന് സമഷ്ടിയിലാണല്ലോ താതാത്മ്യം. അപ്പോൾ സ്വയമേവ ഭഗവത് ലോകം പ്രാപിക്കുക. സാലോക്യം എന്നും പറയാം. സമാനാലോകതയുണ്ടാവുക, സമാന രൂപഭാവപ്രാപ്തി ഉണ്ടാവുക, സമാന അനുഭവ വിശേഷങ്ങൾ ഉണ്ടാവുക. അപ്പോൾ സർവജ്ഞത്വം തുടങ്ങിയവയിലേക്ക് സാധകൻ ഉയരുന്നു. അതുപോലെ സ്വരൂപ സാക്ഷാത്വം, ഭഗവത് സ്വരൂപം തന്നെയാണ് തൻ്റെ ഭാവം എന്നുള്ള ആ ഒരു ഏകീഭവനം സംഭവിക്കുക. ഇതാണ് ഭഗവത് ഭക്തിയുടെ പരമമായ ഫലം. സ്വയമേവ ഈശ്വരനുമായി ഏകീഭവിക്കുക, തത്സ്വരൂപസ്ഥിതനാവുക, അന്യഭാവങ്ങളെല്ലാം നീങ്ങുക. ഈ വിധം മനസ്സിലാക്കേണ്ടതാണ്. അപ്പം അവിടെ ഒടുവിലൊരു ചോദ്യം വരികയാണ്, മോക്ഷശ്ച കഹ. എന്താണ് മോക്ഷം? സകല ശാസ്ത്രങ്ങളിലും പരമപുരുഷാർത്ഥമായി മോക്ഷത്തെയാണല്ലോ പറയുന്നത്.
ധർമ്മം, അർത്ഥം, കാമം ഇതൊക്കെ പ്രാഥമിക പുരുഷാർത്ഥങ്ങളായി ഗണിക്കപ്പെടുമ്പോഴും ചരമപുരുഷാർത്ഥമായിട്ട് മോക്ഷത്തെയാണ് ശാസ്ത്രം പറയുന്നത്. എന്താണ് മോക്ഷം? മറുപടി ഹി അവിദ്യാസ്തമയ, അവിദ്യയുടെ അസ്തമയമാണ് മോക്ഷം. മോക്ഷമെന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ലോകത്തിലേക്ക് പോവലോ അല്ലെങ്കിൽ എന്തെങ്കിലും ഫലവിശേഷങ്ങളെ നേടലോ അല്ല. എന്തെങ്കിലും കാര്യങ്ങളെ നേടുക, എന്തെങ്കിലും സ്ഥാനങ്ങളെ പ്രാപിക്കുക, അതൊന്നുമല്ല മോക്ഷം. മരണാനന്തരം സംഭവിക്കുന്ന എന്തോ ഒന്നല്ല മോക്ഷം. പിന്നെ അതാണ് പറയുന്നത്, മോക്ഷമെന്നാൽ അവിദ്യാസ്തമയമാണ്, അവിദ്യയുടെ അസ്തമയമാണ്, അജ്ഞാനത്തിൻ്റെ നാശമാണ്. അവിദ്യ അസ്തമിച്ചാലോ തൻ്റെ പാരമാർത്ഥികമായ ബോധം, തൻ്റെ പാരമാർത്ഥികമായ സ്വരൂപബോധം സാധകനിൽ പ്രകാശിക്കുന്നു. അതോടുകൂടി എല്ലാ പരിമിതികളും താനെ ഒഴിയുകയായി. ദേശകാലാദി പരിമിതികളും അഥവാ തൻ്റെ സച്ചിദാനന്ദമായിരിക്കുന്ന ഭാവം തിരോഭവിക്കുന്ന അവസ്ഥാവിശേഷങ്ങൾ അതെല്ലാം നീങ്ങി പൂർണ്ണനായ സച്ചിദാനന്ദ സ്വരൂപനാണ് ഞാനെന്ന ശങ്കാരഹിതമായ സംശയരഹിതമായ അവബോധം അത് ദൃഢമാകുന്നു. അതാണ് വാസ്തവത്തിൽ മോക്ഷം. അതിൽ കവിഞ്ഞ് ഏതെങ്കിലും ലോകത്തിൽ പോവലോ ഏതെങ്കിലും കാലാന്തരത്തിൽ നേടേണ്ടതൊന്നുമല്ല മോക്ഷം. അതുകൊണ്ട് ഇത് വളരെ ശ്രദ്ധിക്കേണ്ടുന്ന വാക്യമാണ്. അവിദ്യാസ്തമയമാണ് മോക്ഷം. കഹ മോക്ഷ അവിദ്യാസ്തമയ. തുടർന്ന് ഒരു ചോദ്യവും ഉത്തരവും കൂടിയാണുള്ളത്. അത് നമുക്ക് അടുത്ത പ്രാവശ്യം ശ്രദ്ധിക്കാം. അടുത്തതായി സനാതനധർമ്മം. ഓം അമൃതീശ്വരിയെ നമഃ. എല്ലാ സജ്ജനങ്ങൾക്കും എൻ്റെ സാദര പ്രണാമം. ഒരു മനുഷ്യൻ സാധാരണ പല ജീവിത സാഹചര്യങ്ങളോടും പടവെട്ടിയിട്ടാണ് ജീവിക്കുന്നത്. അതുകൊണ്ട് തന്നെ നിരന്തരമായ ഒരു അനുഭവ പരമ്പരയാണ് ജീവിതം എന്ന് പറയാറുണ്ട്. ഈ അനുഭവ പരമ്പര അല്ലെങ്കിൽ ജീവിതം ഒരു ചക്രമായി തീരാതിരിക്കാനാണ് ആത്മീയമായ അറിവ് നേടേണ്ടത് എന്ന് പറയാറുണ്ട്. ചക്രം എന്ന് പറയുമ്പോൾ ജനിക്കുക, മരിക്കുക, ഈ രീതിയിലുള്ള ഒരു ചക്രത്തിലേക്ക്, ആ ചക്രത്തിൽ കിടന്ന് കറങ്ങാതെ അല്ലെങ്കിൽ ആ ഗതിയിലേക്ക് പോകാതെ എന്താണോ ചെയ്യേണ്ടത് അത് തിരിച്ചറിയാൻ കിട്ടുന്ന ഒരു മാർഗം, അത് ആത്മീയ ചിന്തയിലേ ഉണ്ടാകൂ എന്ന് പറയുന്നു. എന്തുകൊണ്ടെന്നാൽ ആ ആത്മീയ ചിന്ത നമ്മളെ മാർഗങ്ങളെ തിരിച്ചറിയാൻ സഹായിക്കും. മാർഗങ്ങൾ പലതും ഉണ്ടാകും, പക്ഷേ ആ മാർഗങ്ങളെ തിരിച്ചറിയുക എന്നുള്ളതൊരു വലിയ വിഷയമാണ്. ആ തിരിച്ചറിയലുണ്ടാകാൻ നമുക്ക് ആത്മീയമായ ഒരു പാതയിലേക്ക് പോകണം എന്നാണ് ആചാര്യന്മാർ എപ്പോഴും പറയുന്നത്. അതല്ലെന്നുണ്ടെങ്കിൽ എല്ലാ സൗകര്യങ്ങളുമുള്ള ഒരാളെ നമ്മൾ സങ്കല്പിച്ച് നോക്കിയാൽ അവരുടെ മനസ്സും സങ്കീർണമാണ്. എന്തെല്ലാം സൗകര്യങ്ങളുണ്ടെങ്കിൽ പോലും അവരുടെ മനസ്സ് സങ്കീർണമാകുന്നു, ബുദ്ധിമുട്ടുകളുണ്ടാകുന്നു, വിഷമങ്ങളുണ്ടാകുന്നു. എന്തുകൊണ്ട് അങ്ങനെ സംഭവിക്കുന്നു? നമ്മുടെ ഉള്ളിലുള്ള വാസനകൾ ബലവത്താണ്. ജന്മാന്തരങ്ങളിലൂടെ നമ്മൾ ആർജിച്ച് കൊണ്ടുവന്ന വാസനയുടെ ഒരു വലിയ ശക്തി നമ്മുടെ ഉള്ളിലുണ്ട്. ആ വാസനയാണ് നമ്മളെ ഇങ്ങനെയെല്ലാം നയിക്കുന്നത്. ആ വാസന എങ്ങനെയാണ് വരുന്നതെന്നുള്ളത് നമുക്കൊന്ന് നോക്കിയാൽ ആദ്യം അതെല്ലാം വരുന്നത് മോഹന രൂപത്തിലായിരിക്കും വരുന്നത്. മോഹനരൂപം എന്ന് പറഞ്ഞാൽ ഭംഗിയുള്ള രൂപത്തിലായിരിക്കും. അതിനെ കാണിച്ചു തരുന്നതാണ് നമ്മുടെ പുരാണ കഥകളിലൊക്കെ പൂതന അല്ലെങ്കിൽ ശൂർപ്പണക എന്നുള്ള കഥാപാത്രങ്ങളെ കാണിക്കുന്നുണ്ടല്ലോ. അപ്പോൾ ഇവരൊക്കെ ആദ്യം വരുന്നത് വളരെ മനോഹരമായ രൂപത്തിലാണ്. പിന്നീട് കുറച്ച് കഴിയുമ്പോഴാണ് അവർ അവരുടെ രാക്ഷസ രൂപം എടുക്കുന്നത്. ആ രാക്ഷസ രൂപം എടുക്കുന്ന സമയത്ത് അത് നശിപ്പിക്കുകയും ചെയ്യും. അപ്പം അതുപോലെ നമ്മുടെ ഉള്ളിൽ വരുന്ന ആഗ്രഹങ്ങൾ ഓരോ വസ്തുവിനെക്കുറിച്ചോ അല്ലെങ്കിൽ നമുക്ക് നമ്മുടെ ഉള്ളിലുള്ള ഓരോ ചിന്തകൾക്കനുസൃതമായിട്ടോ
വരുന്ന ഓരോ കാര്യങ്ങളും ആദ്യം അത് വളരെ ചെറുതായിട്ട് ഭംഗിയായിട്ടൊക്കെയായും വരുന്നത്. പിന്നീട് അത് എങ്ങനെയാണ് നമ്മളെ നശിപ്പിക്കുന്നതെന്ന് നമുക്ക് തിരിച്ചറിയാൻ സാധിക്കണമെങ്കിൽ അമ്മ പറയുന്ന ഒരു ഉദാഹരണങ്ങളുണ്ട്. അതായത് സാധാരണഗതിയിൽ സംഭവിക്കുന്ന ചെറിയ ഉദാഹരണങ്ങളാണ് അമ്മ പറയുന്നത്. ഒരു കൂട്ടുകാരൻ ചിലപ്പോൾ ഒരു സിഗരറ്റല്ലേ വലിക്കുമെന്ന് പറയും. അപ്പോൾ ആദ്യം നമ്മൾ കരുതും ഒന്നല്ലേ, സാരമില്ല എന്ന് കരുതും. അതുപോലെ തന്നെ മദ്യപാനത്തിൻ്റെ കാര്യത്തിലാണെങ്കിലും അല്പം എന്നായിരിക്കും പറഞ്ഞു തുടങ്ങുന്നത്. പക്ഷേ അത് പിന്നീട് എവിടെയാണ് എത്തിച്ചേരുന്നത് തിരിച്ചറിയാൻ പറ്റാത്ത രീതിയിൽ വളരെ ചെറിയ രൂപത്തിലുള്ളത് ഭീമാകാരമായ രൂപത്തിലേക്ക് വളർന്ന് നമ്മളെ തന്നെ നശിപ്പിക്കുന്ന, കാർന്നു തിന്നുന്ന, നമുക്ക് ദോഷകരമായി തീരുന്ന, നമ്മുടെ എല്ലാ സമാധാനത്തെയും തറക്കുന്ന ഒരു സംഭവമായിട്ടത് മാറും. അപ്പോൾ അതിൻ്റെ ആ തുടക്കം എവിടെ നിന്നാണ് അത് നമുക്ക് തിരിച്ചറിയാൻ സാധിക്കുന്നുണ്ടെങ്കിൽ അവിടെ ആദ്യം തന്നെ നമ്മൾ ഒരു വിവേകം, ഒരു തിരിച്ചറിവ് ഉണ്ടാകാൻ നമുക്ക് ആവശ്യമായിട്ടുള്ള ബുദ്ധി നമ്മൾ പ്രയോഗിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് നമുക്ക് നല്ല ശീലങ്ങളെ ഊട്ടി വളർത്താൻ സഹായിക്കുന്നതാണ് ആത്മീയമായ തിരിച്ചറിവ്. ഞാൻ ഈ ഉദാഹരണം പറയാൻ കാര്യം, ആത്മീയമായ ഒരു വൃക്ഷം അതിനെ വളർത്തിയെടുക്കാൻ സാധിക്കും. ഒരു വൃക്ഷം എങ്ങനെയാണോ നല്ല ഫലം തരുന്നത്, അതുപോലെ ആത്മീയതയും നമുക്ക് ഈ നേരത്തെ സൂചിപ്പിച്ച ആ ദുഷ്ഫലങ്ങളിൽ നിന്ന് അല്ലെങ്കിൽ ദുഷ്ചിന്തകളിൽ നിന്ന് മാറി നമുക്ക് ചിന്തിക്കാൻ അവസരം തരും. അപ്പോൾ നല്ല ഫലങ്ങൾ തരുന്ന വൃക്ഷമായി മാറിയെടുക്കുന്നുണ്ടെങ്കിൽ അതിന് മുൻപ് തന്നെ അത് വളരെ ചെറുപ്പത്തിൽ തന്നെ വളർത്തിയെടുക്കേണ്ട ഒരു ആവശ്യമുണ്ട്. അങ്ങനെ വരുന്ന സമയത്ത് അത് വളർന്ന് ഫലം മാത്രമല്ല അനേകം പേർക്ക് തണലും കൂടി ഏകുന്ന ഒരു സാഹചര്യം ഉണ്ടാകും. അതുപോലെ തന്നെയാണ് ഒരു മഹാത്മാവിൻ്റെ ജീവിതവും എന്ന് പറയും. അനേകം പേർക്ക് തണലേകുന്നത്. മഹാത്മാക്കളുടെ ജീവിതത്തെക്കുറിച്ച് പറയുന്നത് ഒരു നദി ഒഴുകുന്നത് നദിക്ക് വേണ്ടിയിട്ടല്ല, ആ നദിയിൽ നിന്ന് ജലമെടുക്കുന്നത് മറ്റുള്ളവരാണ്, നദിക്ക് വേണ്ടിയല്ല അത് ഒഴുകുന്നത്. അതുപോലെ തന്നെ വൃക്ഷം സ്വയമേവ ആ ഫലങ്ങൾ ഉപയോഗിക്കുന്നില്ല, അതും മറ്റുള്ളവരാണ് ഉപയോഗിക്കുന്നത്. ഇതുപോലെ തന്നെയാണ് മഹാത്മാക്കളെന്ന് പറയും. അവരുടെ ജീവിതം എപ്പോഴും മറ്റുള്ളവർക്ക് ഗുണകരമാകുന്ന രീതിയിലായിരിക്കും. അവർ സ്വയം മറ്റുള്ളവർക്ക് തണലേകുന്നു, മറ്റുള്ളവർക്ക് ആശ്വാസമേകുന്നു, മറ്റുള്ളവർക്ക് അഭയമായി തീരുന്നു. ആ മഹാത്മാക്കളുടെ ജീവചരിത്രം എങ്ങനെയാണോ അതുപോലെയാണ് നമുക്ക് വളർന്നു വരുന്ന, അതായത് നല്ല ഗുണങ്ങളുള്ള വ്യക്തികൾ സമൂഹത്തിൽ വളർന്നു വരുമ്പോൾ മഹാത്മാക്കളെ സമീപിക്കുന്ന സമയത്ത് അവരിൽ നിന്ന് നമുക്ക് കിട്ടുന്ന പ്രേരണ, ഉപദേശം, മാതൃക ഇതെല്ലാം തന്നെ നമ്മുടെ ജീവിതത്തിന് ഉയർച്ചയ്ക്ക് സഹായിക്കുന്നതോടൊപ്പം അത് മറ്റുള്ളവർക്ക് കൂടി ഗുണകരമാകുന്ന രീതിയിലേക്ക് അത് മാറുന്നു എന്നുള്ളതാണ് ഇവിടെ പ്രധാനപ്പെട്ട ഒരു വിഷയം. നേരത്തെ പറഞ്ഞ പോലെ നമ്മൾക്ക് ആ ഗുണകരമായെന്ന രീതിയിലേക്ക് ശുദ്ധീകരിക്കപ്പെടാൻ സാധിച്ചാൽ അത് നമുക്ക് മാത്രമല്ല മറ്റുള്ളവർക്ക് കൂടി ഗുണകരമായി തീരുന്നുള്ളൂ എന്നുള്ളതാണ് സത്യം. ഒരു നദിയിലെ വെള്ളം കുടിക്കാൻ സാധിക്കും, വൃത്തിയാക്കാൻ സാധിക്കും, കൃഷി ചെയ്യാൻ സാധിക്കും, അങ്ങനെ പല കാര്യങ്ങൾക്ക് ഉപയോഗിക്കാം. അതുപോലെ തന്നെ നല്ല വസ്തുവായി തീരുന്ന സമയത്ത് ഗുണകരമാകുന്ന രീതിയിൽ പ്രവർത്തിക്കുന്ന സമയത്ത് മനുഷ്യൻ്റെ വ്യക്തിത്വം വലുതാകുന്നത് മാത്രമല്ല അവനെക്കൊണ്ട് മറ്റുള്ളവർ കൂടി ഗുണകരമാകുന്ന രീതിയിലേക്ക് കാര്യങ്ങളെ മാറ്റിയെടുക്കാൻ സാധിക്കും എന്നുള്ളതാണ്. അതിന് തീർച്ചയായിട്ടും ആത്മീയമായ ഒരു വളർച്ച നമുക്ക് ആവശ്യമാണ്. ആ വളർച്ച തീർച്ചയായിട്ടും കിട്ടുന്നത് മഹാപുരുഷന്മാരിൽ നിന്നാണ്. മഹാപുരുഷന്മാരിൽ നിന്നുള്ള സമ്പർക്കം കൊണ്ടാണ്. ആ സമ്പർക്കത്തിലൂടെ മാത്രമേ നമുക്ക് നേടാൻ സാധിക്കൂ. കാരണം അതിനുള്ള വിവേകം, അതിനുള്ള ബുദ്ധിശക്തി, ആ ഒരു തിരിച്ചറിവ്, അതിനുള്ള സാഹചര്യം ഉണ്ടായില്ലെങ്കിൽ തീർച്ചയായിട്ടും നമുക്കെല്ലാം പ്രയോജനപ്പെടുത്താൻ സാധിക്കില്ല എന്നുള്ളതാണ്. സന്ധ്യാദീപം
തുടർന്ന് ദീപാരാധനയാണ്. ക്ഷേത്ര സന്നിധിയിലെത്തി മംഗളാരതി തൊഴുത് ഇന്നത്തേക്ക് മടങ്ങാം. എല്ലാവർക്കും നമസ്കാരം.